നമസ്കാരം. 2025 ജൂൺ 4 വൈകുന്നേരം ഏകദേശം ഒരു 4:30 മണി കഴിഞ്ഞാണ്. ആ സമയത്താണ് കാട്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരുന്നത്. കോള് വിളിച്ചത് ഇരിങ്ങാലക്കുട ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സിന്ധു എന്ന ഒരു വ്യക്തിയാണ്. അവർ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് പോലീസ് പടിയൂർ പഞ്ചായത്ത് ഓഫീസിന് അടുത്തുള്ള വീട്ടിലേക്ക് അതിവേഗം എത്തി. ആ വീടിന്റെ പരിസരത്ത് പോലീസ് എത്തുമ്പോൾ തന്നെ വീടിന് ചുറ്റും ആളുകൾ നിൽക്കുന്നത് അവർക്ക് കാണാം. ഒരു ഓടിട്ട ബിൽഡിംഗ് ആണ്. ആ വീടിന്റെ ഗേറ്റിനകത്ത് ഒത്തിരി പേരുണ്ട്, പുറത്തും ഒത്തിരി പേര് നിൽക്കുകയാണ്. വീടിന്റെ മുൻവശത്തെ വാതിൽ അടച്ചിട്ടുണ്ട്. പോലീസ് ആ ഗേറ്റ് വഴി അകത്ത് കടക്കുമ്പോൾ തന്നെ ആളുകൾ പുറകുവശത്തേക്ക് പോകാനുള്ള ആ വഴിക്ക് ഇരുഭാഗത്തായിട്ട് അങ്ങ് വഴിമാറി. പോലീസ് അതിനിടയിലൂടെ നടന്ന് ആ വീടിന്റെ പുറകുവശത്തെത്തി. പുറകുവശത്തെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ആ വാതിൽ വഴി പോലീസ് അകത്തേക്ക് കടന്നു. അവര് നടന്നെത്തിയത് പ്രധാന ഹാളിലേക്കാണ്. അവിടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ പോലീസ് മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. രൂക്ഷമായ ഗന്ധം ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തു നിൽക്കുന്ന ആളുകൾ പലരും പോലീസിനെ ഫോളോ ചെയ്ത് ആ വാതിൽ വരെ എത്തിയെങ്കിലും അകത്തേക്ക് കടന്നില്ല. അവരൊക്കെ മൂക്ക് പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബാബു ജോർജും ഇൻസ്പെക്ടർ ബൈജുവുമാണ് അകത്തേക്ക് കടന്നത്. അവർ രണ്ടുപേരും ആ കാഴ്ചയിലേക്ക് ഒരു നിമിഷം അങ്ങനെ നോക്കി നിന്നു പോവുകയാണ്. രണ്ട് സ്ത്രീകളുടെ ശരീരങ്ങളാണ് അവിടെ കിടക്കുന്നത്. ആ ശരീരങ്ങൾക്ക് ലേശം പഴക്കമുണ്ട്. ഒരു 2 ദിവസത്തെങ്കിലും പഴക്കം ഒറ്റ നോട്ടത്തിൽ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നുകയും ചെയ്തു. ആ ബോഡിയിലേക്ക് ഒന്ന് നോക്കിയിട്ട് അവര് ചുറ്റുപാടും നോക്കുമ്പോൾ അവിടെ ഒരു പിടിവലി നടന്നതിന്റെ ലക്ഷണം കാണുന്നുണ്ട്. അതില് ഒന്ന് നോക്കിയതിന് ശേഷം അവര് വീടിന് പുറത്തേക്ക് ഇറങ്ങിയ ഇൻസ്പെക്ടർ ബൈജു അദ്ദേഹത്തെ വിളിച്ച് വിവരം പറഞ്ഞ സിന്ധുവിന്റെ സമീപം എത്തി. സിന്ധു, നീ ഇതെങ്ങനെയാ വിവരം അറിഞ്ഞത്? സാർ, ഇവിടെ താമസിക്കുന്നത് എൻ്റെ സഹോദരിയും അമ്മയുമാണ്. ഇന്ന് ഏതാനും മണിക്കൂർ മുമ്പ് ഈ വീട്ടുടമസ്ഥൻ സന്തോഷ് എന്നെ വിളിച്ച് വീട്ടിൽ നിന്ന് രൂക്ഷമായ ഗന്ധം വരുന്നെന്ന് പറഞ്ഞു. അത് അറിഞ്ഞ നിമിഷത്തിൽ ഞാൻ സ്കൂളിൽ നിന്ന് ഇവിടേക്ക് ഓടി വരികയായിരുന്നു. ഞാൻ വരുമ്പോൾ മുൻവശത്തെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ പുറകുവശത്ത് എത്തിയത്. പുറകുവശത്ത് വാതിൽ തള്ളിയപ്പോൾ തുറന്നു. അകത്തേക്ക് കയറിയപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. ആ നിമിഷത്തിൽ ഞാൻ പുറത്തിറങ്ങി സന്തോഷങ്ങളോട് കാര്യം പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചതാണ്. സിന്ധു വളരെ വ്യക്തമായിട്ട് അവൾ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടതും ബൈജു സിന്ധുവിനോട് ചോദിച്ചു, സിന്ധു, നിങ്ങളുടെ അമ്മയും അനുജത്തിയും എത്ര നാളുകളായി ഇവിടെ താമസമാക്കിയിട്ട്? ഇത് വാടകയ്ക്കാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? സർ, ഞങ്ങളുടെ സ്ഥലം തൃശ്ശൂർ കാറാളത്ത് വെള്ളാനിയിലാണ്. അവിടെ നിന്ന് അമ്മയും അനിയത്തിയും ഈ ജനുവരിയിലാണ് ഇവിടെ താമസത്തിന് വന്നത്. അതിനുശേഷമാണ് എൻ്റെ അനുജത്തി രേഖയുടെ 2ാം വിവാഹം നടന്നത്. 2ാം വിവാഹവും രേഖ ആരെ വിവാഹം കഴിച്ചത്? സർ, ഒരു പ്രേംകുമാർ എന്ന വ്യക്തിയാണ്. അയാളുടെയും 2ാം വിവാഹമാണ്. എന്നിട്ട് പ്രേംകുമാർ എവിടെ? സർ, ഞാനും അതാ തിരക്കുന്നത്. ഇവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? 2 ദിവസം മുമ്പ് രേഖ ഇരിങ്ങാലക്കുട വനിതാ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. പരാതിയോ? ആർക്കെതിരെ? സർ, പ്രേംകുമാറിനെതിരെയായിരുന്നു പരാതി. പ്രേംകുമാർ എൻ്റെ അനിയത്തി രേഖയെ ശരിക്കും ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. അവൾ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നിർണായകമായ ഒരു വിവരമാണ് കിട്ടിയിരിക്കുന്നത്. ഭാര്യയെ ദേഹോപദ്രവം ഏൽപ്പിക്കുമായിരുന്ന പ്രേംകുമാർ രേഖ പരാതി കൊടുത്തതിന്റെ ഫലമായിട്ട് അവളെ ഉപദ്രവിച്ചിരിക്കാൻ ഒരു സാധ്യത ഉണ്ടെന്ന് ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇൻസ്പെക്ടർ ബൈജുവിന് ഏകദേശം ബോധ്യമായി. ആ സമയത്താണ് ഫോറൻസിക് ടീം അവിടെ എത്തുന്നത്. അവര് വീടിനുള്ളിലേക്ക് കടന്നു. വീടിനകത്ത് നേരത്തെ പോലീസ് കണ്ടതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അവിടെ ഒരു മൽപ്പിടുത്തം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. സാധനങ്ങൾ മറിഞ്ഞു വീണിട്ടുണ്ട്. അതൊന്നും എടുത്ത് നേരെ വെക്കാൻ അവരെ കൊലപ്പെടുത്തിയ ആൾ ശ്രമിച്ചിട്ടില്ല. ആ ബോഡിയുടെ സമീപത്തായി ഭക്ഷണ അവശിഷ്ടങ്ങളും ചിതറിക്കിടക്കുകയാണ്. ആ ബോഡികൾക്ക് ഏകദേശം ഒരു 2 ദിവസത്തെ പഴക്കമുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഫോറൻസിക് വിദഗ്ധർക്ക് ഏകദേശം അത് മനസ്സിലായി. ആ ബോഡിയുമായി ബന്ധപ്പെട്ട് ചില ഫോട്ടോകളും ഒരു എഴുത്തും ആ ബോഡിയുടെ ഭാഗമായി ഫോറൻസിക്കാർക്ക് കിട്ടുകയും ചെയ്തു. എഴുത്തിൽ ഒറ്റ വാചകമാണുള്ളത്: ഇവൾ മരിക്കേണ്ടവൾ തന്നെയാണ്. അങ്ങനെ എഴുതിയിരിക്കുന്ന ആ എഴുത്തിനോടൊപ്പം ഒരു ഫോട്ടോ രേഖയുടെ ഡ്രസ്സിൽ പിൻ ചെയ്തിരിക്കുകയാണ്. രേഖയും അവരുടെ മുൻ ഭർത്താവിന്റെ സുഹൃത്തുക്കളും ഒക്കെ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോയാണ് പിൻ ചെയ്തിരിക്കുന്നത്. ആ എഴുത്തെഴുതിയിരിക്കുന്ന വ്യക്തിക്ക് രേഖയോട് വ്യക്തിപരമായി വിരോധമുണ്ട്. ആ എഴുത്ത് ആരാണ് എഴുതിയിരിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ ഉറപ്പായിട്ടും അവരെ കൊലപ്പെടുത്തിയ ആളുകളിലേക്ക് എത്താൻ പറ്റും. അത് ആരുമാകാം. ആ എഴുത്തെഴുതിയിരിക്കുന്ന ആളിനെ കണ്ടെത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഫോറൻസിക് വിഭാഗം പോലീസുമായി ചർച്ച ചെയ്യുമ്പോൾ പോലീസിന്റെ കയ്യിൽ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ ഉണ്ട്. 2 ദിവസം മുമ്പ് രേഖ വനിതാ പോലീസ് സ്റ്റേഷനിൽ അവളുടെ ഭർത്താവ് പ്രേംകുമാറിന് എതിരെ കൊടുത്ത പരാതി, ആ പരാതി
പ്രേംകുമാറിന് എതിരായതുകൊണ്ട് തന്നെ പ്രേംകുമാർ ആകുമോ ഇനി ആ എടുത്തെഴുതി വെച്ചിട്ട് രേഖയെയും രേഖയുടെ അമ്മയെ കൊലപ്പെടുത്തിയത്? ആ വിവരം പെട്ടെന്ന് തന്നെ അവിടെ ലീക്ക് ഔട്ട് ആയപ്പോൾ നാട്ടുകാരൊക്കെ അതുമായി ബന്ധിപ്പിച്ച് ചർച്ചകൾ ചെയ്യുകയാണ്. അവർക്ക് വീട് വാടക കൊടുത്തിരുന്ന ആ വീട്ടുടമസ്ഥനും അതുമായി ബന്ധിപ്പിച്ച് ചില ഡയലോഗ്സ് ഒക്കെ നാട്ടുകാരോട് പറയുകയും ചെയ്തു. അകത്തുനിന്ന് പലപ്പോഴും അടിയുടെയും ബഹളത്തിന്റെയും വഴക്കിന്റെയൊക്കെ ശബ്ദം അയാൾ കേട്ടു എന്നുള്ള ഒരു സൂചന പുറത്തേക്ക് വന്നു. രേഖയും പ്രേംകുമാറും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല അവസാന കാലഘട്ടത്തിൽ മുന്നോട്ട് പോയതെന്നുള്ള ഏകദേശ ധാരണ ആ മരണം അറിഞ്ഞ് പോലീസ് എത്തി ഏകദേശം ഒരു 2 മണിക്കൂറായപ്പോൾ തന്നെ പോലീസിനും നാട്ടുകാർക്കൊക്കെ ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. ഈ സമയത്താണ് ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തുന്നത്. പോലീസ് നായ്ക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. മണം പിടിച്ച് അത് റോഡ് വരെ ഓടി റോഡിൽ ഓട്ടം അവസാനിപ്പിച്ചു. വാഹനത്തിൽ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രതികൾ. ഏകദേശം 2 മണിക്കൂറായപ്പോൾ തന്നെ പോലീസിന്റെ സംശയം രേഖയുടെ 2ാം ഭർത്താവായ പ്രേംകുമാറിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ പോലീസ് കണ്ടെടുത്തിരിക്കുന്ന എഴുത്തിലെ കയ്യക്ഷരം പ്രേംകുമാറിൻ്റെതാണോ എന്ന് തിരിച്ചറിഞ്ഞാൽ ഉറപ്പായും ആ സംശയം ഉറയ്ക്കുകയും ചെയ്യും. പ്രേംകുമാർ എഴുതിയ ഏതെങ്കിലും പേപ്പറുകളോ എഴുത്തുകളോ മറ്റെന്തെങ്കിലും ആ വീട്ടിലുണ്ടോ എന്നുള്ള പരിശോധനയിലേക്ക് പോലീസ് കടക്കുമ്പോൾ പോലീസിനെ അതിന് സഹായിച്ചത് സിന്ധുവാണ്. അവിടെ ഒരു പരിശോധന നടത്തിയപ്പോൾ അവർക്ക് പ്രേംകുമാർ എഴുതിയ ചില സാധനങ്ങളൊക്കെ കിട്ടി. അതിനെ ഉടൻ തന്നെ അവിടെ നിന്ന് എടുത്ത എഴുത്തുമായി കമ്പയർ ചെയ്യാൻ വിദഗ്ധരുടെ അടുത്തേക്ക് ആ നിമിഷത്തിനെ പാസ് ചെയ്തു. ഒരു ഭാഗത്ത് കഥ അങ്ങനെ നടക്കുമ്പോൾ പ്രേംകുമാറിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് കടന്നു. പ്രേംകുമാറിന്റെ ഫോട്ടോ സംഘടിപ്പിച്ച പോലീസ് പ്രേംകുമാറിന്റെ ഫോട്ടോ ഉൾപ്പെടെ വിശദ വിവരങ്ങൾ സമീപത്തുള്ള എല്ലാ സ്റ്റേഷനിലേക്കും ഫോർവേഡ് ചെയ്തു. തൃശ്ശൂരിൽ നിന്ന് അത് എറണാകുളം ജില്ലയിലേക്കും മറ്റു ജില്ലകളിലേക്കൊക്കെ അതിവേഗം പാസ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ പാസ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബോഡികൾ പോസ്റ്റ്മോർട്ടം നടത്താനായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ ബോഡികൾ പോസ്റ്റ്മോർട്ടം നടത്താനായി ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മരണം എങ്ങനെ സംഭവിച്ചിരിക്കാം എന്നതിനെക്കുറിച്ച് ഒരു അവലോകനം ഫോറൻസിക് ടീം നടത്തിയിരുന്നു. 74 വയസ്സുള്ള മണിയുടെയും 43 വയസ്സുള്ള രേഖയുടെയും കഴുത്തിൽ ശരിക്കും കറുത്ത പാടുണ്ട്. കഴുത്ത് നന്നായി അമർത്തപ്പെട്ടിരിക്കുന്നതിന്റെ ഒരു ലക്ഷണം അവർക്ക് കാണാനുണ്ട്. കഴുത്ത് ഞെരിച്ചായിരിക്കും അവർ രണ്ടുപേരെയും കൊന്നിരിക്കുക. അത് ഒരു ഏകദേശ ധാരണയാണ്. എക്സാക്ട് വിവരം കിട്ടണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ബോഡി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തോടൻ പോലീസിന്റെ ആ വിവരശേഖരണം അതിനനുസരിച്ച് വളരുകയാണ്. സമീപത്തുള്ള ആളുകളോടൊക്കെയും പ്രേംകുമാറിനെ കുറിച്ച് തിരക്കി തുടങ്ങി. പ്രേംകുമാർ ഒരു ഹോട്ടൽ ജീവനക്കാരനാണ്. അവൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ അവനെ കുറിച്ച് തിരക്കി. അവൻ അവിടെ ഒരു സ്റ്റോർ കീപ്പർ കം മാനേജർ ലെവലിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവൻ അവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ രേഖയെ അവൻ പരിചയപ്പെടുന്നത്. രേഖ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും പ്രേംകുമാർ കാണുമായിരുന്നു. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട പ്രേംകുമാർ രേഖയുമായി അടുപ്പത്തിലാവുകയും ആ അടുപ്പം അവളോട് പറയുകയും ചെയ്തപ്പോൾ അവൾ അക്കാര്യം വീട്ടിൽ പറഞ്ഞു. അങ്ങനെയാണ് രേഖയുടെ അമ്മയും രേഖയും ചേർന്ന് ഈ പടിയൂരിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നതും അവിടെ വെച്ച് പ്രേംകുമാറിനെ വിവാഹം കഴിച്ച് താമസമാക്കുന്നത്. ആ കഥകളൊക്കെ സിന്ധു വഴി പോലീസ് അറിഞ്ഞു. അതോടൊപ്പം പോലീസ് ഈ പ്രേംകുമാർ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അവനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ എടുത്തു തുടങ്ങിയാണ്. ഈ സമയത്താണ് എറണാകുളത്തെ ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ബൈജുവിന് ഒരു വിവരം കിട്ടുന്നത്. പ്രേംകുമാർ യഥാർത്ഥത്തിൽ ഒരു കൊലക്കേസ് പ്രതിയാണ്. ആ കൊലക്കേസുമായി ബന്ധപ്പെട്ട് അവൻ ജാമ്യത്തിലുമാണ്. ജാമ്യത്തിലിറങ്ങിയ അവനാണ് രേഖയെ വിവാഹം കഴിച്ച് അവൾക്കൊപ്പം താമസിച്ചിരുന്നത്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് പ്രേംകുമാറിനെ കുറിച്ച് കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ബൈജുവിന് ടീമിന് ലഭിക്കുന്നത്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കഥ അവന്റെ ആ കൊലപാതകവുമായി ബന്ധിപ്പിച്ചുണ്ട്. ഈ പ്രേംകുമാർ യഥാർത്ഥത്തിൽ വിദ്യ എന്നു പേരുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവർക്കൊപ്പം ഉദയംപേരൂരിൽ വർഷങ്ങളായി താമസിക്കുകയായിരുന്നു. ആ ബന്ധത്തിൽ പ്രേംകുമാറിന് ഒരു മകനുമുണ്ട്. അങ്ങനെ അവര് കുടുംബമായി താമസിക്കുന്ന സമയത്താണ് പ്രേംകുമാർ ഒരു റീയൂണിയൻ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അവന്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്തെ കുട്ടികളെല്ലാം കൂടി ഒന്നിച്ച് ചേരുന്ന ഒരു റീയൂണിയൻ. ആ റീയൂണിയനിൽ അവൻ പങ്കെടുക്കുമ്പോൾ അവൻ അവിടെ വെച്ച് ഒരു കൂട്ടുകാരിയെ കണ്ടു. ശരിക്കും പഠിക്കുന്ന സമയത്ത് അവൻ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയാണ് അവൻ അവിടെ വെച്ച് കാണുന്നത്. ആ പെൺകുട്ടിയുടെ പേര് സുനിത എന്നാണ്. സുനിത ഇപ്പോൾ ഒരു നഴ്സിംഗ് സൂപ്രണ്ടാണ്. അവള് വിവാഹിതയാണ്. അവളും അവളുടെ കുടുംബവും താമസിക്കുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ നിന്ന് അവൾ ആ റീയൂണിയനിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ്. റീയൂണിയനിൽ പങ്കെടുത്ത സുനിതയും പ്രേംകുമാറും അവരുടെ പഴയ ബന്ധങ്ങൾ ഒന്ന് തട്ടിക്കൂട്ടിയെടുത്തപ്പോൾ അവർക്ക് വേർപിരിയാൻ പറ്റാത്ത
ഒരു അടുപ്പം പെട്ടെന്നങ്ങ് ഉണ്ടായി. വിവാഹിതരാണ് രണ്ടുപേരും. രണ്ടുപേർക്കും ഒന്നിച്ച് താമസിക്കാനുള്ള ഒരു മോഹവും അങ്ങ് ഉണ്ടായി. മോഹമല്ലേ, സ്വാഭാവികമായും അത് നടപ്പിലാക്കാൻ മോഹം തോന്നുന്ന ആളുകൾ എന്ത് ചെയ്യുമല്ലോ. അത് തന്നെ സുനിതയും അതുപോലെ പ്രേംകുമാറും ചെയ്തു. എറണാകുളത്ത് താമസിക്കുന്ന പ്രേംകുമാറും ഹൈദരാബാദിൽ താമസിക്കുന്ന സുനിതയും അവരുടെ മോഹം സാക്ഷാത്കരിക്കാൻ വേണ്ടി അവരുടെ താമസ സ്ഥലം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് പേയാട് ജംഗ്ഷന് സമീപത്ത് എത്തുമ്പോൾ ഇടതുവശത്തേക്ക് ഒരു വഴിയുണ്ട്. അവിടെ ഒരു താമസ സ്ഥലം സംഘടിപ്പിച്ച് സുനിതയും പ്രേംകുമാറും അവിടെ താമസമാക്കി. ജോലി എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റപ്പെട്ടു എന്ന് ഭാര്യയായ വിദ്യയോട് പറഞ്ഞിട്ടാണ് പ്രേംകുമാർ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റുന്നത്. അതുപോലെ തന്നെ സുനിത, അവൾക്ക് തിരുവനന്തപുരം ജില്ലയുടെ അങ്ങേയറ്റത്ത് പാറശാലയ്ക്ക് സമീപത്ത് കളിയിക്കവിള ഹോസ്പിറ്റലിൽ ഒരു നഴ്സിംഗ് സൂപ്രണ്ടായി ജോലി കിട്ടിയ കാര്യം ഹൈദരാബാദിലെ അവളുടെ ഭർത്താവിനോടും മക്കളോടും പറഞ്ഞു. ഇവിടെ നാട്ടിലെത്തിയപ്പോൾ റീയൂണിയൻ വന്നപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ജോലി ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് അവള് ആ വിവരം അവരെ അറിയിക്കായിരുന്നു. പെട്ടെന്നാണല്ലോ ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. അവർ രണ്ടുപേരും കൂടി പേയാട് താമസമാക്കുന്നു. രണ്ടുപേരും രണ്ട് വശത്തേക്കായി ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഒരു അടിപൊളി ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സമീപത്തെ താമസക്കാരൊക്കെ ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ അവരെ കാണുകയും ചെയ്തു. പേയാട് സുനിതയും പ്രേംകുമാറും കൂടെ ഒന്നിച്ച് താമസിച്ചു തുടങ്ങിയ ആ നിമിഷം മുതൽ വിദ്യ പ്രേമിനെ വിളിക്കുമ്പോൾ പ്രേംകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടികളും ഫോൺ കട്ട് ചെയ്യാൻ കാണിക്കുന്ന ധൃതിയൊക്കെ വിധിയിൽ ഒരു സംശയം ഉണ്ടാക്കി. സ്ത്രീകളല്ലേ, പെട്ടെന്ന് കാര്യം ഗ്രഹിക്കും. എന്നാൽ ഹൈദരാബാദിലുള്ള സുനിതയുടെ ഹസ്ബൻഡിന് ആ സമയത്തും കാര്യം കത്തിയിട്ടുണ്ടായിരുന്നില്ല. പുരുഷന്മാർ ശരിക്കും ട്യൂബ്ലൈറ്റുകളാണ്. ഒരുപാട് സമയമെടുക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ. വിദ്യ യഥാർത്ഥത്തിൽ പ്രേംകുമാറിനേക്കാൾ പ്രായക്കൂടുതലുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് പ്രേമന്റെ ആ ഇളക്കമൊക്കെ മനസ്സിലാകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തവണ പ്രേംകുമാർ എറണാകുളത്ത് എത്തിയപ്പോൾ വിദ്യ യാദൃശ്യവശാൽ പ്രേംകുമാറിന്റെ ഫോണിൽ ഒരു പെണ്ണ് വിളിച്ചത് ശ്രദ്ധിച്ചു. അത് ആരാ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഒരു വഴക്ക് വിദ്യയും പ്രേംകുമാറും തമ്മിൽ ആരംഭിച്ചു. പ്രേംകുമാറിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അതിലാണ് പെണ്ണുമൊക്കെ ഉണ്ട്. അവർ സ്വാഭാവികമായും പ്രേംകുമാറിനെ വിളിക്കും എന്നുള്ള ശൈലിയിൽ പ്രേംകുമാർ മറുപടി പറഞ്ഞെങ്കിലും വിദ്യ അതിൽ സംതൃപ്തിയായില്ല. വിദ്യ സമയം കിട്ടുമ്പോഴേക്ക് ആ പേര് പറഞ്ഞ് പ്രേംകുമാറുമായി ഒന്ന് വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ പ്രേംകുമാറിനെ വരച്ച വരയിൽ നിർത്താൻ ഒരു ശ്രമം വിദ്യ നടത്തും. വിദ്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പ്രേംകുമാറിനേക്കാൾ 2-3 വയസ്സ് മൂപ്പ് കൂടുതലുള്ള കക്ഷിയാണ്. അവർക്കൊരു ശരിക്കൊരു മാനേജ്മെന്റ് കപ്പാസിറ്റി ഉണ്ട്. പ്രേംകുമാറിനെ അവരെ ചുറ്റും കറക്കിക്കൊണ്ട് നടക്കാൻ അവർക്കൊരു വല്ലാത്ത ബിരുദാണ്. തിരുവനന്തപുരത്തേക്ക് മടങ്ങി എത്തപ്പോഴെല്ലാം പ്രേംകുമാർ ഈ വിവരങ്ങൾ സുനിതയോട് പറയും. ഈ വിദ്യ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രേംകുമാറിന്റെയും സുനിതയുടെയും ദാമ്പത്യം മുന്നോട്ട് പോകില്ല എന്നൊരു ധാരണ സുനിതയ്ക്ക് ഉണ്ടാകുന്നത് അപ്പോഴാണ്. സുനിത ആ ധാരണ അങ്ങനെ തന്നെ പ്രേംകുമാറിന്റെ മനസ്സിലേക്ക് കുത്തിവെക്കുകയും ചെയ്തു. വിദ്യയെ അവസാനിപ്പിച്ചല്ലാതെ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ വിദ്യ അവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കും. അങ്ങനെ പറയാൻ സുനിതയ്ക്ക് എല്ലാ അവകാശമുണ്ട്. അവളുടെ ഭർത്താവിനെയും മക്കളെയൊക്കെ കളഞ്ഞിട്ടാണ് ഹൈദരാബാദിൽ നിന്ന് ഈ തിരുവനന്തപുരത്ത് നിന്ന് താമസിക്കുന്നത്. അവൾ ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം ഹൈദരാബാദിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. എന്നാൽ പ്രേംകുമാർ ആണെങ്കിലോ കൂടെ കൂടെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയും ചെയ്യും. പ്രേംകുമാർ ഇപ്പോഴും പഴയ ഭാര്യയോടും മകനോടൊക്കെ ഒരു ബന്ധം സൂക്ഷിക്കുകയാണ്. പ്രേംകുമാറിനെ കണ്ടപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു വന്ന സുനിത എവിടെ നിൽക്കുന്നു? ഇപ്പോഴും പഴയ ബന്ധം സൂക്ഷിക്കുന്ന പ്രേംകുമാർ എവിടെ നിൽക്കുന്നു? അതുകൊണ്ട് തന്നെ പ്രേംകുമാറിനെ തൻ്റെ ചൊൽപ്പിടിയിലേക്ക് നിർത്താൻ സുനിത ഒരു ശ്രമം നടത്തിയപ്പോൾ പ്രേംകുമാർ അവസാനം ആ ധാരണയ്ക്ക് വഴങ്ങി. വിദ്യയെ അവസാനിപ്പിക്കാനുള്ള ഒരു ധാരണ സുനിതയും പ്രേംകുമാറും തമ്മിൽ ഉണ്ടാക്കി. പക്ഷെ അനുയോജ്യമായ ഒരു അവസരം അവർക്ക് വേണമല്ലോ. അത് കാത്തിരുന്ന അവർക്ക് ശരിക്കും അങ്ങനൊരു അവസരം കിട്ടി. ഈ വിദ്യയുടെ കഴുത്തിന് ഒരു ഉളുക്ക് പറ്റി, ശരിക്കൊരു മുറിവ് പറ്റി. മുറിവും ഉളുക്കും കൂടി വന്നപ്പോൾ അത് ഒന്ന് തടവി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ സ്ഥലം തിരുവനന്തപുരമാണെന്ന് വിദ്യയോട് പറഞ്ഞ പ്രേംകുമാർ എറണാകുളത്ത് നിന്ന് വിദ്യയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. തിരുവനന്തപുരത്ത് അയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്കാണ് ഈ പറഞ്ഞ വിദ്യയെ കൊണ്ടുവരുന്നത് 2019 സെപ്റ്റംബർ 20-നാണ്. അല്പസ്വല്പം മദ്യപിക്കുന്ന ശീലമുള്ള വിദ്യ വീട്ടിലെത്തി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ പ്രേംകുമാർ താൻ കയ്യിൽ കരുതുന്ന മദ്യം പുറത്തെടുത്തു. വിദ്യയെ പ്രേമപൂർവ്വം മദ്യപിക്കാൻ ക്ഷണിച്ച പ്രേംകുമാർ പ്രണയപുരസ്സരം വിദ്യയ്ക്ക് ഒഴിച്ചു കൊടുത്ത മദ്യം അവള്
മടമട അങ്ങ് കുടിച്ചു എന്ന് പറയാം. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആള് ഫ്ലാറ്റായി. ഈ അവസരത്തിന് വേണ്ടി കാത്തു നിന്ന പ്രേംകുമാർ ഉടൻ തന്നെ സമീപത്ത് കാത്തു നിൽക്കുകയെന്ന് സുനിതയെ വിവരമറിയിച്ചു. സുനിതയും ഉടൻ സ്ഥലത്തെത്തി. അവർ രണ്ടുപേരെയും കൂടി വിദ്യയുടെ കഴുത്തിൽ ഷോള് മുറുക്കി വിദ്യയെ കൊന്നു. വിദ്യയെ കഴുത്ത് മുറുക്കി കൊന്ന പ്രേംകുമാറും സുനിതയും യഥാർത്ഥത്തിൽ വിദ്യയെ എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിദ്യയെ ചെറു കഷ്ണങ്ങളായി മുറിച്ച് സൂട്ട്കേസുകളിലാക്കി ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് കൊണ്ട് കളയുക. ഒരാളും കൊല്ലപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയരുത്. അങ്ങനെ ഒരു പ്ലാൻ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സർജിക്കൽ ബ്ലേഡൊക്കെ പ്രേംകുമാർ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. വിദ്യയെ ആ ഹാളിൽ നിന്ന് എടുത്ത് ബാത്റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. അതിനുശേഷം പ്രേംകുമാർ ആ സർജിക്കൽ ബ്ലേഡുകൾ പുറത്തെടുത്തു. അവൻ ആ ബ്ലേഡ് സുനിതയുടെ കയ്യിലേക്ക് കൊടുത്തു. സുനിത ഒരു നേഴ്സിംഗ് സൂപ്രണ്ടാണ്. പലപ്പോഴും ഓപ്പറേഷനുകളിൽ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ്. ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വെച്ച് കിട്ടുന്ന ആളും സുനിതയാണ്. അതുകൊണ്ട് തന്നെ ഈ രക്തമൊക്കെ സുനിതയ്ക്കൊരു വിഷയവുമല്ല, മുറിവുകളും വിഷയമല്ല. സുനിത ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് വിദ്യയെ കട്ട് ചെയ്ത് തുടങ്ങിയതും സുനിതയുടെ കൺട്രോൾ പോയി. അവള് വിധിയുടെ പുറത്തൂടി ഒന്ന് വരച്ചതേ ഉള്ളൂ. ബ്ലഡ് പുറത്തേക്ക് ചാടി. ശരിക്കും ആ നിമിഷത്തിൽ സുനിതയും പ്രേംകുമാറും ഒരുപോലെ ഞെട്ടി. അവര് അത്രയും ബ്ലഡ് ആ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ആ നിമിഷത്തിൽ ഒഴുകുമെന്ന് തീരെ കരുതിയിരുന്നില്ല. ഭയന്നുപോയ സുനിതയും പ്രേംകുമാറും ആ ബോഡി കീറി മുറിക്കാനുള്ള പരിപാടി വേണ്ടെന്ന് വെച്ചു. അടുത്തതിന് എന്ത് ചെയ്യണം, അതായി അവരുടെ ആലോചന. പ്രേംകുമാറിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവനൊരു സുഹൃത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ആള് തികച്ചും അപ്രതീക്ഷിതമായി മരിച്ചുപോയി. അവൻ്റെ കയ്യബദ്ധം കൊണ്ട് മരിച്ചതാണ്. ആ ബോഡി മറവ് ചെയ്യാൻ സഹായിക്കണമെന്ന് സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഏയ് ഞാൻ വരത്തില്ല, നീ ഒരു കാര്യം ചെയ്യ്, ആ ബോഡി എടുത്ത് കാറി കയറ്റിയിട്ട് തമിഴ്നാട്ടിലേക്ക് പോകും. തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ ആരുമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും നീ വലിച്ചെറിയും. ആ സുഹൃത്ത് അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പക്ഷെ ആ സുഹൃത്ത് പറഞ്ഞ കാര്യം പ്രേംകുമാർ സുനിതയോട് പറഞ്ഞതും സുനിത പ്രേംകുമാറിനോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. സുനിതയും പ്രേംകുമാറും ചേർന്ന് ഈ വിദ്യയെ എടുത്ത് കാറിൻ്റെ ബാക്ക് സീറ്റിലോട്ട് കയറ്റി. കാറിൻ്റെ ബാക്ക് സീറ്റിൽ ചാരി ഇരിക്കും പോലെ അവരിരുത്തിയതിന് ശേഷം സുനിത കൂടെ കയറി ഒരു കൈ ആ വിദ്യയുടെ ഷോൾഡറിൽ കൂടെ ഇട്ടു. പ്രേംകുമാറാണ് വണ്ടി ഓടിക്കുന്നത്. പേയാടുന്ന ആ വാഹനം മലയങ്കീഴ് വഴി നെയ്യാറ്റിങ്കര എത്തി. അവിടെ നിന്ന് നാഗർകോവിലെത്തിയ ആ വാഹനം കന്യാകുമാരി തിരുനെൽവേലി ഹൈവേയിലേക്ക് കടന്നു. ശരിക്കും നല്ല വീതിയിൽ അങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഹൈവേയാണ് കന്യാകുമാരി തിരുനെൽവേലി ഹൈവേ. ആ ഹൈവേയിൽ ചില സ്ഥലത്തൊന്നും ഒരു കുഞ്ഞുപോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള അനവധി സ്ഥലങ്ങൾ പാസ് ചെയ്ത പ്രേംകുമാർ സുനിതയും ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടതും വാഹനം ഒതുക്കി ആ വിദ്യയെടുത്ത് റോഡിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് ഒരു സ്ഥലത്ത് കൊണ്ട് കളഞ്ഞു. അത് വള്ളിയൂർ എന്ന് പറയുന്ന സ്റ്റേഷന്റെ പരിധിയിലുള്ള ഒരു സ്ഥലമാണ്. ആ ബോഡി ഉപേക്ഷിച്ചതിന് ശേഷം വള്ളിയൂരിൽ നിന്ന് സുനിതയും പ്രേംകുമാറും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തി. ഒന്നും സംഭവിക്കാത്തതുപോലെ രണ്ടുപേരും അടുത്ത ദിവസം ജോലിക്ക് പോവുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രേംകുമാർ എറണാകുളത്ത് മടങ്ങിയെത്തി. അമ്മ എവിടെ എന്ന് മകനോട് ചോദിച്ചപ്പോൾ അമ്മ തിരുവനന്തപുരത്ത് പോയിട്ട് മടങ്ങി വന്നില്ല എന്ന് മകൻ മറുപടി പറഞ്ഞു. പ്രേംകുമാർ അവർക്ക് പരിചയമുള്ള വീടുകളിലൊക്കെ വിദ്യ വിളിച്ച് വിദ്യ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് തിരക്കി. വിദ്യ ഒരു വീട്ടിലും എത്തിയിട്ടില്ല. മകന്റെ മുന്നിൽ നിന്നാണ് പ്രേംകുമാർ ആ കോളിലൊക്കെ നടത്തിയത്. മോനെ, അമ്മ ഒരിടത്തും എത്തിയിട്ടില്ലല്ലോ. പ്രേംകുമാർ ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. അയാളുടെ ഭാര്യ വിദ്യയെ 3-4 ദിവസമായി കാണാനില്ല എന്നതാണ് അയാളുടെ പരാതി. ആ പരാതിയെക്കുറിച്ച് സ്വാഭാവികമായിട്ട് പോലീസ് അവനോട് പല കാര്യങ്ങളും ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലായത്. ഉദയംപേരൂരിൽ നിന്ന് വിദ്യയും പ്രേംകുമാറും കൂടി തിരുവനന്തപുരത്ത് പോയിരുന്നു. അതിനുശേഷമാണ് ഈ വിദ്യയെ കാണാതായിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഉദയംപേരൂർ പോലീസ് പ്രേംകുമാറിനോട് ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്ത് അയാളുടെ ജോലി സ്ഥലത്ത് വരികയും അവിടെയൊക്കെ കറങ്ങി നടക്കുകയും ചെയ്ത വിദ്യ തിരിച്ച് ഒറ്റയ്ക്കാണ് എറണാകുളത്തേക്ക് മടങ്ങിയത്. വിദ്യ എറണാകുളത്തേക്ക് മടങ്ങി വന്ന് കാണും എന്ന് കരുതിയതുകൊണ്ട് അവൻ പിന്നീട് തിരക്കിയില്ലെന്നാണ് പോലീസിനോട് പറഞ്ഞത്. പോലീസ് പ്രേംകുമാറിനോട് വിദ്യയുടെ ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ പ്രേംകുമാർ വിദ്യയുടെ ഫോൺ നമ്പർ കൊടുത്തു.
ആ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ പ്രേംകുമാർ പോലീസിനോട് പറയുകയും ചെയ്തു, സാർ ഞാൻ വിളിച്ചായിരുന്നു, പക്ഷേ സ്വിച്ച് ഓഫ് എന്നാ കേൾക്കുന്നത്. പോലീസ് ആ നമ്പർ ഉടൻ തന്നെ സൈബർ സെല്ലിന് ഹാൻഡ് ഓവർ ചെയ്തു. സൈബർ സെല്ല് അല്പസമയം കഴിഞ്ഞതും ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ബാംഗ്ലൂർ വെച്ചാണ്. ബാംഗ്ലൂരിൽ വെച്ച് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയെന്ന് കേട്ടതും പോലീസ് പ്രേംകുമാറിനോട് പറഞ്ഞു, ഏയ് പ്രേംകുമാർ, നിങ്ങളുടെ ഭാര്യയുടെ ഫോണ് ബാംഗ്ലൂരിൽ വെച്ച് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു എന്നാണല്ലോ കേട്ടത്. സർ, ഈ വിദ്യയ്ക്കൊരു മകളുണ്ട്, അവൾ ഗോവയിലാണ് പഠിക്കുന്നത്. ഇനി മകളെ കാണാനായിട്ട് വിദ്യ ബാംഗ്ലൂർ വഴി ഗോവയ്ക്ക് പോകുന്നതാണോ? പോലീസ് അവനോട് വിദ്യയുടെ മകളുടെ ഫോൺ നമ്പർ ചോദിച്ചു. ആ നമ്പറും പ്രേംകുമാറിന്റെ കൈവശമുണ്ട്. അവൻ ആ നമ്പർ കൊടുത്തു. പോലീസ് ഉടൻ തന്നെ ആ നമ്പറിലേക്ക് വിളിച്ചു. വിദ്യയുടെ മകളാണ് ഫോൺ എടുത്തത്. അവളോട് സംസാരിച്ചപ്പോൾ പോലീസിന് ഒരു കാര്യം മനസ്സിലായി, അവിടേക്ക് വിദ്യ ചെന്നിട്ടില്ല. വിദ്യ അവളെ വിളിക്കുമല്ലോ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വിളിച്ചിട്ടില്ലെന്നും അവൾ മറുപടി പറഞ്ഞു. മകളെ കാണാനായി ഗോവയ്ക്ക് പോയ വിദ്യയുടെ ഫോണ് ബാംഗ്ലൂർ വെച്ച് സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്. പോലീസ് അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ പോലീസ് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് ഇപ്പോഴാണ് പോലീസിന് ശരിക്കും ബോധ്യമാകുന്നത്. എന്തായാലും അന്വേഷണം ഉടനെ ആരംഭിക്കാമെന്ന് പ്രേംകുമാറിനോട് പോലീസ് പറഞ്ഞതും പ്രേംകുമാർ അവിടുന്ന് മടങ്ങി. സാധാരണഗതിയിൽ ഒരു മാൻ മിസ്സിംഗ് കേസുമായിട്ട് ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ എല്ലാ ദിവസവും അവർ അതിൻ്റെ ബാക്കി ഫലം അറിയാനായി വരും. ഇവിടെ അതിൻ്റെ പിറ്റന്നോ ഒരാഴ്ചയായിട്ടും പ്രേംകുമാറിനെ കണ്ടതേയില്ല. ആരെങ്കിലുമൊക്കെ അന്വേഷിക്കുകയാണെങ്കിലേ സാധാരണഗതിയിൽ പോലീസ് കേസിൽ ഊർജിതം കാണിക്കത്തുള്ളൂ. ഒരാഴ്ചയായിട്ടും പരാതി നൽകിയ വ്യക്തിയെ ആ സ്റ്റേഷനിലോട്ട് കാണാതായപ്പോൾ ഒരു സംശയം പോലീസിന് സ്വാഭാവികമായും തോന്നി. ആ കേസ് ഫയലിൽ കിടക്കുകയാണ്. ഒരു അന്വേഷണവും പോലീസ് തുടങ്ങിയിട്ടില്ല. ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആ പരാതി ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എസ്ഐയും 1-2 പോലീസുകാരും ചേർന്ന ഒരു ചെറിയ ടീം. ഈ പരാതി നിങ്ങളൊന്ന് സൂക്ഷ്മമായി പഠിക്കണം. പഠിക്കുമ്പോൾ ആ പ്രേംകുമാറിനെ കൂടി ചേർത്ത് പഠിക്കുക. ഒരു കൺഫ്യൂഷൻ അവൻ്റെ ഈ പരാതിക്കകത്തുണ്ട്. നിങ്ങൾക്കറിയാം, സാധാരണഗതിയിൽ ഒരു മാൻ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ആരെത്തിയാലും അവർ നിരന്തരം നമ്മളെ കോൺടാക്ട് ചെയ്യുമെന്നുള്ള കാര്യം ഈ പ്രേംകുമാർ ഇതുവരെയും ഇവിടെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അവൻ്റെ നമ്പർ കയ്യിലില്ലേ? ഉണ്ട് സാർ, അവനൊന്ന് വിളിക്കും. എസ് ഐ ഉടൻ തന്നെ പ്രേംകുമാറിനെ വിളിച്ചു. പ്രേംകുമാറിനെ വിളിക്കുമ്പോൾ പ്രേംകുമാർ തിരുവനന്തപുരത്ത് ഹോട്ടലിൽ വർക്ക് ചെയ്യാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറഞ്ഞതും അവൻ താല്പര്യത്തോട് ചോദിച്ചു, സാർ എന്തായി സാർ എൻ്റെ ഭാര്യയുടെ കാര്യം? ഏയ് പ്രേംകുമാർ, നിന്റെ ഭാര്യയെ കാണാനില്ല എന്ന പരാതി നീ നൽകിയതിന് ശേഷം നീ എന്താ ഇതുവരെയും അതിനെക്കുറിച്ച് ഒന്നും തിരക്കാത്തത്? സാർ, എനിക്ക് പരിചയമുള്ള സ്ഥലങ്ങളിലൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ വിദ്യ ഇതുപോലെ മകളെ കാണാനൊക്കെ പോയാൽ 1-2 ദിവസം കഴിഞ്ഞേക്ക് മടങ്ങി വരാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അധികം തിരക്കാതിരുന്നത്. അവൻ്റെ ആ മറുപടി അത്ര സത്യസന്ധമായിട്ട് മറുഭാഗത്ത് സ്പീക്കർ ഫോണിൽ ആ മറുപടി കേൾക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർക്കും കൂട്ടർക്കും തോന്നിയില്ല. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പ്രേംകുമാറിന്റെ ഭാഗത്തുണ്ട്. അങ്ങനെ തോന്നിയതും അവനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ആ കേസ് ഒന്ന് ആഴത്തിൽ പഠിക്കാനും സർക്കിൾ ഇൻസ്പെക്ടർ എസ് ഐക്കും ടീമിനും നിർദ്ദേശം കൊടുത്തു. പോലീസ് ആ വിഷയം സീരിയസ് ആയി എടുത്ത് അന്വേഷിച്ചു തുടങ്ങിയെങ്കിലും അന്വേഷണം അധികം മുന്നോട്ട് പോയില്ല. വിദ്യയെ തിരക്കുന്നുവെന്നാണ് പ്രേംകുമാറിനെ ബന്ധപ്പെടുമ്പോഴേക്ക് അവൻ നൽകുന്ന മറുപടി. അവനിപ്പോ ബോധപൂർവം പോലീസ് വിളിക്കുമ്പോഴേക്ക് പോലീസിനോട് ആ കാര്യം തിരക്കുകയും ചെയ്യും. എന്തായെന്ന് അവൻ ആദ്യം പറ്റിയ അബദ്ധം പിന്നീട് പറ്റാതിരിക്കാൻ അവനൊരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഈ കള്ളക്കളി അധികം നാള് മുന്നോട്ട് പോയില്ല. അതിന്റെ കാരണം അവൻ അവന്റെ കൂട്ടുകാരനോട് സംസാരിച്ചപ്പോൾ അവൻ നൽകിയ ഒരു വോയിസ് മെസ്സേജാണ്. അവന്റെ ഭാര്യ മരിച്ചുപോയി എന്ന് അവൻ അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു. എങ്ങനെയാണ് ഭാര്യ മരിച്ചതെന്നുള്ള കൂട്ടുകാരന്റെ ചോദ്യത്തിന് അവൻ നൽകിയ മറുപടി ഒരു വോയിസ് മെസ്സേജാണ്. എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു എന്ന മെസ്സേജാണ് അവൻ അവന്റെ സുഹൃത്തിന് അയച്ചത്. ആ മെസ്സേജ് കറങ്ങിത്തിരിഞ്ഞ് അവസാനം അത് ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലെത്തി. ഭാര്യയെ കാണാനില്ല എന്ന പരാതി കൊടുത്ത വ്യക്തി തന്നെ ആ ഭാര്യയെ കൊന്നുവെന്ന് സമ്മതിക്കുന്ന ഒരു കുറ്റസമ്മത മൊഴിയാണ് ശരിക്കും ആ വോയിസ് മെസ്സേജ്. പോലീസിന് പ്രേമിനെ പോക്കാൻ പിന്നെ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. പോലീസ് പ്രേമിനെ തിരുവനന്തപുരത്ത് പോക്കുമ്പോൾ അവൻ കൊലപാതകം നടത്തി എന്നുള്ള കാര്യം പോലീസിന് അപ്പോഴേ സമ്മതിച്ചു എന്ന് മാത്രമല്ല, ആ കൊലപാതകത്തിൽ അവന്റെ പുതിയ ഗേൾഫ്രണ്ട് സുനിതയ്ക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യവും അവൻ സമ്മതിച്ചു. പോലീസ് സുനിതയെ പോക്കി. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യപ്പോഴാണ് വിദ്യയെ പേയാട് എത്തിച്ചതും കൊല നടത്തിയൊക്കെ അവർ സമ്മതിക്കുന്നത്. ബോഡി വള്ളിയൂർ ഭാഗത്ത് കൊണ്ട് കളഞ്ഞു എന്നുള്ള കാര്യം അവർ സമ്മതിച്ചു. അവര് വള്ളിയൂർ ഭാഗത്ത് ആ ബോഡി കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പോലീസ് അവർ രണ്ടുപേരെയും കൊണ്ട് ആ ബോഡി കളഞ്ഞ ഭാഗത്തെത്തി.
ബോഡി കളഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ 21 രാത്രിയാണ്. അത് ഏത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണെന്ന് കണ്ടെത്താൻ അധികം സമയം വേണ്ടല്ലോ. അങ്ങനെ അവർ ആ സ്റ്റേഷനിലെത്തി. ഇപ്പോ പോലീസ് എത്തുന്നത് 2019 ഡിസംബറിലാണ്. 3 മാസം കഴിഞ്ഞിരിക്കുകയാണ്. സെപ്റ്റംബർ 21 അടുപ്പിച്ച് ആ ഭാഗത്തുനിന്ന് ഒരു ബോഡി കിട്ടിയോ എന്നുള്ള കാര്യമാണ് പോലീസിന് അറിയേണ്ടത്. വള്ളിയൂർ പോലീസ് അവരുടെ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ സെപ്റ്റംബർ 23 വള്ളിയൂർ ഭാഗത്തുനിന്ന് ഒരു സ്ത്രീയുടെ ബോഡി കിട്ടിയ കാര്യം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 1 മാസത്തോളം അവർ ആ ബോഡി മോർച്ചറിൽ സൂക്ഷിച്ചതിന് ശേഷം ആരും അന്വേഷിച്ച് വരാതായപ്പോൾ ആ ബോഡിയുമായി ബന്ധപ്പെട്ട എടുക്കാൻ കഴിയുന്ന എല്ലാ ഫോട്ടോഗ്രാഫ്സുകളും എടുത്തതിന് ശേഷം ആ ബോഡി മറവ് ചെയ്തിരിക്കുകയാണ്. ആ ബോഡിയിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അവർ അഴിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോകൾ കണ്ടതും പ്രേംകുമാർ തന്നെ അത് തിരിച്ചറിഞ്ഞു. സർ, ഇത് വിദ്യ തന്നെയാണ്. അവന്റെ ഭാര്യ വിദ്യയെ അവന് നന്നായിട്ട് അറിയാം. ഏകദേശം 15 കൊല്ലക്കാലം അവർ ഒന്നിച്ച് താമസിച്ചതാണ്. വിദ്യയെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ അങ്ങനെ പ്രേംകുമാറും സുരതയും അറസ്റ്റിലാവുകയും കോടതി അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ആ കേസുമായി ബന്ധപ്പെട്ട പോലീസിന് 100,000 കാര്യങ്ങൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിദ്യയുടെ മൊബൈൽ ഫോണിന്റെ മിസ്റ്ററിയാണ്. വിദ്യയെ കൊലപ്പെടുത്തിയത് പേയാട് വെച്ചാണെങ്കിൽ വിദ്യയുടെ മൊബൈൽ ഫോൺ എങ്ങനെ ബാംഗ്ലൂരിൽ സ്വിച്ച് ഓഫ് ആയി? അതിന്റെ ഉത്തരം പ്രേംകുമാർ തന്നെ പോലീസിനോട് പറഞ്ഞു. പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടി അവൻ വിധിയുടെ ആ മൊബൈൽ ഫോൺ ട്രെയിനിൽ ഒന്ന് എറിഞ്ഞിട്ടിരുന്നു. ആ ട്രെയിന് എവിടം വരെ പോകുമോ അത്രയും ദൂരം ആ ഫോൺ അങ്ങ് പോകും. അവൻ്റെ കഷ്ടകാലത്തിന് ആ ഫോണ് ചാർജ് തീർന്ന് ബാംഗ്ലൂർ വെച്ച് ഓഫായി പോയതാണ്. അവൻ ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടിയെന്ന് കേട്ടപ്പോൾ അവൻ വ്യക്തമായ ഉത്തരം പറഞ്ഞു. ദൃശ്യം സിനിമയിൽ മോഹൻലാൽ അങ്ങനെ ചെയ്യുന്നത് കണ്ടു എന്നാണ് അവൻ പറഞ്ഞത്. ഒരു സിനിമ ആളുകളെ ഏതെല്ലാം ടെക്നോളജികൾ ഉപയോഗിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പോലീസ് ആ കുറ്റപത്രത്തിൽ അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ആ കേസ് മുന്നോട്ട് പോകുന്നതിനിടയിൽ പ്രേംകുമാറും സുരതയും ജാമ്യത്തിലിറങ്ങിയ പ്രേംകുമാർ വീണ്ടും അവന്റെ പഴയ ബിസിനസ് ആരംഭിച്ചു. ഹോട്ടലിലെ ജീവിതവും പെണ്ണുങ്ങളുമായിട്ടുള്ള അടുപ്പവും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അവൻ ഈ രേഖയെ പരിചയപ്പെടുന്നതും അവളെ വിവാഹം കഴിക്കുന്നത്. ഇത്രയും വിവരങ്ങൾ ശേഖരിച്ച ഇൻസ്പെക്ടർ ബൈജുവിന് കയ്യക്ഷര വിദഗ്ധരുടെ റിപ്പോർട്ട് കിട്ടി. ആ കത്ത് എഴുതിയിരിക്കുന്നത് പ്രേംകുമാർ തന്നെയാണ്. രേഖ കൊല്ലപ്പെടേണ്ട വ്യക്തിയാണെന്ന് സ്വന്തം കൈപ്പടയിൽ പ്രേംകുമാർ എഴുതി വെച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് പോയിരിക്കുന്നത്. അതിന്റെ അർത്ഥവും വ്യക്തമാണ്. രേഖയും രേഖയുടെ അമ്മ മണിയെ കൊന്നിരിക്കുന്നത് പ്രേംകുമാർ തന്നെയാണ്. എന്തിനായിരിക്കാം പ്രേംകുമാർ രേഖയെ കൊന്നത്? അതാണ് അടുത്ത ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് രേഖയോ അല്ലെങ്കിൽ പ്രേംകുമാറോ ആണ്. രേഖ ഇപ്പോ ഇല്ല. ഇനിയുള്ളത് പ്രേംകുമാറാണ്. പ്രേംകുമാറിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് കടന്നു. സകല പോലീസ് സ്റ്റേഷനിലും പ്രേംകുമാറിന്റെ വലിയ ഛായാചിത്രങ്ങൾ പ്രിന്റ് ചെയ്ത് പോസ്റ്ററാക്കി അയച്ച പോലീസ് ഒരു സ്റ്റെപ്പ് കൂടി കടന്ന് ഒരു പരീക്ഷണം കൂടി നടത്തുകയാണ്. പോലീസ് ഹിന്ദിയിൽ അവന്റെ ഇൻഫർമേഷൻ അടിച്ചിട്ട് അതുകൂടി ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും ഈ കൊലപാതകം പരമ്പര നടത്തിയിരിക്കുന്ന പ്രേംകുമാറിന് ഒരുപാട് ഭാഷകൾ വഴങ്ങും. അവന് നന്നായിട്ട് ഹോട്ടൽ ബിസിനസ് അറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടുത്തെ ഭാഷ സംസാരിച്ചിട്ട് അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ കയറി പറ്റാൻ അവനൊരു ബുദ്ധിമുട്ട് വരില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ പോലീസ് ശ്രമിക്കുന്നത്. പോലീസിനെ കബളിപ്പിക്കാനുള്ള എല്ലാ കഴിവുമുള്ള കഥാപാത്രമാണ് ഈ പ്രേംകുമാർ. പ്രേംകുമാർ രേഖ തമ്മിലുള്ള ബന്ധം ഉലയാനുള്ള കാരണമായി രേഖയുടെ സഹോദരി സിന്ധു കാണുന്നത് രേഖ കണ്ടെത്തിയ ചില കാര്യങ്ങളാണ്. പ്രേംകുമാറിന്റെ ഫോൺ വിളികൾ യാദൃശ്യവശാൽ ശ്രദ്ധിച്ച രേഖ ഈ പ്രേംകുമാറിന് സ്ത്രീകളുമായിട്ടുള്ള ഒരു ബന്ധം വളരെ കൂടുതലായി ഉണ്ടെന്നൊരു തോന്നലുണ്ടായപ്പോൾ അതിനെക്കുറിച്ച് ചില ചോദ്യങ്ങളുണ്ടായി. അതിനു പുറമെ മറ്റൊരു കാര്യം രേഖയുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ്. രേഖ അവളുടെ സ്കൂളിലേക്ക് പോകുമായിരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ പ്രേംകുമാറിനെ കാണുമായിരുന്നത്. അങ്ങനെയാണ് അവളുടെ അടുപ്പം സ്റ്റാർട്ട് ചെയ്തത്. ആ അടുപ്പം പിന്നീട് വിവാഹത്തിലെത്തിയപ്പോൾ പ്രേംകുമാർ ആദ്യം ചെയ്തത് രേഖയുടെ ആ ജോലിക്ക് പോക്ക് നിർത്തുക എന്നുള്ളതാണ്. സ്കൂളിൽ ജോലിക്ക് പോകണ്ട എന്ന ഒരു തീരുമാനം പ്രേംകുമാർ എടുത്തപ്പോൾ ആദ്യം അതിനെ എതിർക്കാൻ രേഖയ്ക്ക് പറ്റാതെ പോയി. ഈ പുതുമോടിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ. ഭർത്താവ് പറയുന്നത് മുഴുവൻ ആദ്യം ഭാര്യ അംഗീകരിക്കും. തിരിച്ചും സംഭവിക്കാറുണ്ട്. ഏതായാലും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും മുന്നോട്ട് പോയപ്പോൾ രേഖയ്ക്ക് ജോലിക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യമായപ്പോൾ അവൾ പ്രേംകുമാറിനോട് അവൾക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞതും പ്രേംകുമാർ രേഖയ്ക്ക് ഒരു ജോലി സമ്പാദിച്ചു കൊടുത്തു. ഒരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ജോലിയാണ് രേഖയ്ക്ക് അയാൾ സമ്പാദിച്ചു കൊടുത്തത്. അത് രേഖയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവളുടെ ടീച്ചറായി വർക്ക് ചെയ്യുന്നതാണ്. ഇനിയും അവൾക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടാനുള്ള സർവ്വ സാധ്യതയുണ്ട്. അവൾ ഏതൊക്കെയോ റാങ്ക് ലിസ്റ്റിലും പെട്ടിട്ടുള്ള കുട്ടിയാണ്. ആ റാങ്ക് ലിസ്റ്റിലെ അവസാനത്തെ ആളുകൾ എടുക്കുമ്പോൾ
സ്വാഭാവികമായിട്ടും രേഖയും നിയമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനൊന്നും പോണ്ട എന്ന ശൈലിയിലാണ് ഈ പ്രേംകുമാർ സംസാരിക്കുന്നത്. രേഖ കൂടുതൽ ആളുകളുമായി കണക്ഷൻ ഉണ്ടാക്കുന്നതിൽ ഈ പ്രേംകുമാറിന് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ കാര്യത്തിൽ സംസാരിച്ച് അവർ തമ്മിൽ മുഷിയാറുണ്ട്. അതിന്റെ പേരിലാണ് വഴക്കുകൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമൊക്കെ ആ വിവരങ്ങൾ അങ്ങനെ തന്നെ രേഖ സഹോദരി സിന്ധുവിനെ വിളിച്ച് പറയാറുണ്ട്. അതുകൊണ്ടാണ് സിന്ധുവിന് ആ കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. പോലീസിന് ഇപ്പോൾ ഒരു വ്യക്തമായ ധാരണയുണ്ട്. രേഖ തന്റെ സ്വൈര ജീവിതത്തിന് തടസ്സമാകുമെന്ന് ഏകദേശം ഒരു ധാരണ പ്രേംകുമാറിന് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകമാണ് രേഖയുടെ കൊലപാതകം. ആ കൊലപാതക സമയത്ത് അവിടെ വീട്ടിലുണ്ടായിരുന്ന രേഖയുടെ അമ്മയെ കൂടി അയാളങ്ങ് അവസാനിപ്പിച്ചാണ്. അങ്ങനെ പോലീസ് എത്താനുള്ള കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ആദ്യം കൊല്ലപ്പെട്ടിരിക്കുന്നത് രേഖയാണ്. രേഖ മരിച്ച് ഒത്തിരി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് രേഖയുടെ അമ്മ മണി മരിക്കുന്നത്. രണ്ടുപേരെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പ്രേംകുമാറിന്റെ കേസ് അന്വേഷിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടറും ടീമും ശരിക്കും രസകരമായ ചില കോമ്പിനേഷൻസ് ഇവിടെ കണ്ടായിരുന്നു. ഈ പ്രേംകുമാറിന് അനവധി സിമ്മുകളുണ്ട്. ആ സിമ്മുകളൊക്കെ എടുത്തിരിക്കുന്നത് രേഖയുടെയോ അല്ലെങ്കിൽ അവളുടെ അമ്മയുടെയോ പേരിലാണ്. പ്രേംകുമാറിന്റെ സ്വന്തം വിലാസം കൊടുത്ത് അയാൾ ഒരു സിമ്മും ഒരിടത്തുനിന്നും വാങ്ങാറില്ല. പ്രേംകുമാറിന്റെ വാർത്തകളൊക്കെ പത്രങ്ങളിൽ വന്നു തുടങ്ങിയപ്പോൾ പോലീസിന് പല ഭാഗത്തുനിന്നും കോൾ വരുന്നുണ്ട്. ആ കോളുകളൊക്കെയും വിളിക്കുന്നത് സ്ത്രീകളാണ്. അനവധി സ്ത്രീകളുമായി ഈ പ്രേംകുമാറിന് കണക്ഷൻ ഉണ്ടെന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ആ കോളുകൾ. പോലീസ് ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ശൈലിയിലുള്ള ഒരു കൊലപാതക പരമ്പരയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ പ്രേംകുമാർ നടത്തിയിരിക്കുന്നത്. അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസ് ഇപ്പോൾ ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആ ലുക്കൌട്ട് നോട്ടീസ് ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനുകളിലേക്കും എത്തിയിട്ടുണ്ട്. പ്രേംകുമാറിനെ അടുത്ത ദിവസങ്ങളിൽ പിടികൂടും എന്ന് തന്നെയാണ് കേരള പോലീസ് ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത്. ഈ കൊലപാതക കഥകൾ പോലെ തന്നെ രസകരമായ ഒരു കഥയുണ്ട്. ഒരു പയ്യൻസിന്റെ കഥയാണ്. അവൻ ശരിക്കൊരു മോഷ്ടാവാണ്. പക്ഷെ അവൻ മോഷ്ടിച്ച സാധനമാണ് നമ്മൾ ശരിക്കും അമ്പരപ്പിക്കുന്നത്. അവൻ മോഷ്ടിച്ചത് ഒരു പ്ലെയിനാണ്. ആ പ്ലെയിൻ മോഷ്ടിച്ചെന്ന് മാത്രമല്ല, ആ പ്ലെയിന് കിടന്ന ഹാങ്ങറിൽ നിന്ന് അതിനെ ഉരുട്ടി പുറത്തിറക്കിയ അവൻ അത് ഓടിച്ച് റൺവേ കയറ്റിയിട്ട് ആ പ്ലെയിനുമായി പറന്ന് ഉയരുകയും ചെയ്തു. ലോകത്തെ ഞെട്ടിച്ച ഒരു ചെയ്സ് അവിടെ ഉണ്ടാവുകയാണ്. ശരിക്കും ത്രില്ലിംഗ് ആണ് ആ കഥ. ആ കഥ ഞാൻ താഴെ പിൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ഈ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.